എന്നിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് ശേഷം 3 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ആ 3 പിള്ളേർ വിളിച്ചു. ഒരാളകത്ത് കയറി തിരിച്ച് അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞേ? ആളെ ഓൾറെഡി സെലക്ട് ചെയ്തു എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണോ? പിന്നെ അടുത്ത ആൾ കയറി, ആ പുള്ളിക്കാരത്തി അതിലും സ്പീഡിൽ തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞേ? പറഞ്ഞു, ആളെ സെലക്ട് ചെയ്തു എന്നാ പറഞ്ഞേ. ആളെ സെലക്ട് ചെയ്തെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പോരാ, ഇത്ര നേരം ഞങ്ങളിവിടെ വെറുതെ കുത്തിയിരുന്നു നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ആ പെങ്കൊച്ചും പിറുപുറത്തോണ്ട് അങ്ങ് പോയി. അങ്ങനെ 3ാമത്തെ ആളോട് അത് തന്നെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് വിളിച്ചു. അപ്പോൾ ഒരു ഫിലിപ്പീനി ആയിരുന്നു. അപ്പോൾ ഫിലിപ്പീനി പെണ്ണ് വന്നിട്ട് എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെ ഫിലിപ്പീനി കൊച്ച് വിളിച്ച് ഞാൻ അകത്ത് കയറി. അത് കയറിയപ്പോൾ എന്നോട് പാസ്പോർട്ട് എന്തെങ്കിലും ചോദിച്ചു. ഞാൻ പാസ്പോർട്ട് കൊടുത്തു, ബയോഡേറ്റയും കൊടുത്തു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അതൊന്നും നോക്കിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞില്ലേ. ബാക്കി എല്ലാവരുടെയും ഇങ്ങനെ ഡോക്യുമെൻ്റൊക്കെ വെരിഫൈ ചെയ്തു എന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു. എൻ്റെ മുമ്പ് പോയവർ എല്ലാം ഡോക്യുമെൻ്റ് എല്ലാം നോക്കി. അപ്പം പിന്നെ ചില പാസ്പോർട്ടിനൊന്നും എക്സ്പയറി ഉണ്ടായിരുന്നില്ല, അത് റിന്യൂ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തരെ അങ്ങനെ വിട്ടു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചല്ലോ. അപ്പം ഞാൻ ചെന്ന് അപ്പോൾ പാസ്പോർട്ടും കൊടുത്തു, ബയോഡേറ്റ എല്ലാം കൊടുത്തു, അതെല്ലാം നോക്കി. അപ്പം എന്നോട് ചോദിച്ചു, ആര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നേ? ഇപ്പം എങ്ങനെ ഇത് അറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഇത് എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ചേച്ചിയുണ്ട്, കസിൻ അവിടെ വർക്ക് ചെയ്യുന്നത് സൗദിയിൽ. അപ്പം എന്നോട് ചോദിച്ചു, ആരാ അത്? ഞാൻ പറഞ്ഞു, ഗ്രേസ് ചേച്ചി എന്നാ പേരെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓക്കെ മനസ്സിലായി, ബദറുദ്ദീനിലുള്ളതല്ലേ, ഓക്കെ ഫൈൻ. എന്നിട്ട് പുള്ളി പിന്നെ വേഗം തന്നെ എല്ലാം എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, ഇല്ലെങ്കിൽ നാളെ ഫൈദ ട്രാവൽസിൽ പോയിട്ട് മെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഓക്കെ സാർ, താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നിട്ട് പിന്നെ അപ്പം തന്നെ ഓട്ടോറിക്ഷയിൽ ഫൈദ ട്രാവൽസിൽ പോയി. പിന്നെ കാര്യങ്ങളെല്ലാം കൊടുത്തു. അല്ലല്ല, ഫൈദ ട്രാവൽസിൽ അന്നല്ല പോയെ. അതിനുശേഷം എൻ്റെ ബ്രദറിനെയും കൂട്ടിയാണ് ഞാൻ പോയെ. എൻ്റെ ഇളയ ബ്രദർ റോയിഷാനെയും കൂട്ടി ഞങ്ങൾ ട്രാവൽസിൽ പോയി. അവിടെ മെഡിക്കലെല്ലാം എടുത്ത് മലപ്പുറത്തെങ്ങാണ്ടുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ. എന്നിട്ട് എനിക്ക് ഓർമ്മയിൽ മലപ്പുറത്തായിരുന്നു തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ എടുത്ത് ഒരു 10 ദിവസം കൊണ്ട് വിസ വന്നു. ഞാൻ കയറി സൗദിക്ക് പോയി. അതിന് മുമ്പാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ക്ലാസ്സിൽ പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ, ഒരു കാരണവശാലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവരുതെന്നുള്ള ക്ലാസ് വന്ന സമയത്ത്. പിന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇനി അടുത്ത ബാച്ചിലെ കുട്ടികളോട് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വൺസ് ഇതങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, ടീച്ചറിൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിനൊരു വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ട് ഒരു കുട്ടിയെങ്കിലും ഇൻസ്പയർ ആയെങ്കിൽ എനിക്കത് മതി എന്നുള്ള ഒരു തീരുമാനമാണ് എൻ്റെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദുബായിൽ വിസയിൽ പോയിട്ട് എനിക്ക് ജോലിയില്ലാതെ ഞാൻ തിരിച്ചു വന്നു എന്ന്. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, എത്ര പൈസ മുടക്കി, എന്നിട്ട് ജോലി ഉണ്ടോയെന്നൊന്നും ഉറപ്പില്ല, വിസയാണെങ്കിൽ റെഡി ആക്കിയിട്ടൊക്കെ വരണ്ടായിരുന്നോ, പിന്നെ എത്ര പൈസയായി ചിലവായി എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഫാദർ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഫാദറിനെ അറിയത്തില്ല എൻ്റെ അംബീഷൻ ഇതാണ്, എനിക്ക് കുറേ പൈസ ഉണ്ടാക്കി ഫാദറിന് തന്നെ കൊടുക്കാനാണ് ഞാൻ ഈ പരക്കം പാച്ചിൽ പായുന്നതെന്നൊന്നും ഫാദറിനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തേ, പിന്നെ ഫാദർ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമൊക്കെ വന്നേ. എന്നിട്ട് ഞാൻ ആ സങ്കടം വന്നപ്പം തിണ്ണയുടെ ഒരു അങ്ങേ മൂലയ്ക്ക് ഞാൻ പോയിരുന്ന് കരയുക കേട്ടോ, കരയും. അപ്പം ആക്ച്വലി എനിക്ക് അന്നൊന്നും ഈ ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, അല്ലെ നമ്മുടെ പേപ്പർ ടെക്നിക്ക് ഉപയോഗിക്കുക. നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ എന്താ പറഞ്ഞേ, പേപ്പർ ടെക്നിക്ക് ഉപയോഗിക്കുക. മക്കളോട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ മക്കളെ നിങ്ങൾക്ക് ആ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ, ഹൗ മച്ച് യു ആർ റിലാക്സിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുക കേട്ടോ. കാരണം അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു 2 വർഷത്തോളം ഞാൻ സൈക്കോളജി പഠിച്ച്, അതിനുശേഷം സൈക്കോളജിയിൽ പഠിക്കുന്ന സമയത്ത് എല്ലാം ഓൺലൈനായിട്ടാണ് പഠിച്ചത്. സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് മൈൻഡ് പവർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മൈൻഡിനെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ മൈൻഡ് പവറിന് വേണ്ടി പ്രത്യേകം കോച്ചിങ് ഒക്കെ എടുത്ത്, പിന്നെ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് തന്നെ കേട്ടോ.
അപ്പം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പിള്ളേരോടൊക്കെ ഭയങ്കര ദേഷ്യവും ഒക്കെ കാണിക്കും. കാരണം പിള്ളേർ ഏത് സമയം ഫോണിലിരിക്കുകയോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചർ പോകുമല്ലോ, അവർ പഠിക്കുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണ്. ആ ടെൻഷനിൽ ഞാൻ ഇവരെ ഒത്തിരി വഴക്കൊക്കെ പറയും. പക്ഷെ അതിനൊക്കെ എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾക്ക് അപ്പം അതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ പേരൻസ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. പേരൻസിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതായത് നമുക്കിപ്പോൾ ഒരു നഷ്ടം വന്നു, ആ നഷ്ടത്തെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിച്ചു എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് വരാനായിട്ട് പേരൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മക്കൾ വിചാരിക്കണം, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ബോളിൻ്റെ കഥ കാണിച്ചു തന്നില്ലേ, ഒരു ബോളിൻ്റെ ഒരു സൈഡിൽ ബ്ലൂവും മറ്റേ സൈഡിൽ റെഡും ആയിരുന്നു എന്നുള്ള കഥ ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പം ഇവിടെ എന്തായിരുന്നു, ബ്ലൂവും ഇവിടെ റെഡും ആണെങ്കിൽ ഇവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു പിന്നെ ഈ ബോളിൻ്റെ കളറ് ബ്ലൂ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന കുട്ടി പറഞ്ഞു അല്ല, ഈ ബോളിൻ്റെ കളറ് റെഡ് ആണെന്ന്. ഇവിടെ ഇരുന്ന കുട്ടി പറഞ്ഞു ഈ റെഡ് ആണെന്ന്. ഈ കുട്ടി പറയുന്നു ബ്ലൂ ആണെന്ന്. ഓക്കെ, അങ്ങനെ രണ്ടുപേരും ഭയങ്കര തർക്കീര. അപ്പോൾ പപ്പ കയറി വന്നപ്പോൾ എന്താ മക്കളെ വെറുതെ വഴക്കുണ്ടാക്കുന്നേ? അവർ പറഞ്ഞു പപ്പ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു വിളിച്ചു, ഈ സൈഡിലിരുന്ന കൊച്ചു വിളിച്ചു, ഈ ബോളിൻ്റെ കളർ എന്താ? പപ്പ പറഞ്ഞു ബ്ലൂ. എന്നാ പപ്പ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു വിളിച്ചു. അപ്പോൾ ഈ ബോളിൻ്റെ കളർ എന്താ? റെഡ്. എന്തോ പപ്പ? അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു എന്തോ പപ്പ എന്നോട് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് റെഡ് എന്ന് പറയുന്നേ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു മക്കളൊരു കാര്യം ചെയ്യേ, രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇരുത്തി. ഇപ്പോൾ ബോളിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടുപേർക്കും മനസ്സിലായി. അതായത് നമ്മളുടെ കാഴ്ചപ്പാട് നമ്മൾ വിചാരിക്കും ശരിയാണെന്ന്, പക്ഷെ ആ ശരിക്കും അപ്പുറം ഒരു ശരിയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബോളിൻ്റെ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലേ. അപ്പോൾ അതായത് നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും. അതായത് അവർ പൈസ കുറേ നമുക്ക് വേണ്ടി ചിലവഴിച്ചു, എന്നിട്ട് നമ്മളാരും അതിനുള്ളൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്, നോട്ട് പ്രോഫിറ്റ്, അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കും ഇല്ല, ആ പൈസ കൊണ്ടേ കളഞ്ഞില്ലേ, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി, അപ്പോൾ അതിൽ നമ്മൾ കുറേ പൈസയൊക്കെ നമ്മൾ ചിലവഴിച്ചു, അത് സക്സസ് ആയില്ല എന്ന് കൂട്ട്. അപ്പം നിങ്ങളെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ ഇനി മുതൽ പിന്നെ ദേഷ്യം പിടിക്കുമോ? ഇല്ലല്ലോ, പിടിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ കഥയടക്കം ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ടീച്ചറിൻ്റെ ലൈഫിൽ ഉണ്ടായൊരു സംഭവം ആണ്. നമ്മൾ ദുബായിൽ പോയിട്ട് വിസിറ്റ് വിസയിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ചച്ചി എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, കുറച്ച് വഴക്ക് പറഞ്ഞു. അധികം ഒന്നും പറഞ്ഞില്ലെങ്കിലും കുറച്ച് പറഞ്ഞു. പക്ഷേ എന്നെ വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ തിണ്ണയുടെ കോർണറിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്റർ ടോളി ചേച്ചി വന്നിട്ട് പറഞ്ഞു, സാരമില്ലടാ, അച്ചാച്ചി അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അത് അച്ചാച്ചിയുടെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞാ, നീ അത് കാര്യമാക്കണ്ട, നീ കരഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കണ്ട, നീ ബാ എന്നും പറഞ്ഞിട്ട് എൻ്റെ ടോളി ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് പെരക്കകത്തോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ എന്തൊക്കെയോ ടോളി ചേച്ചി എന്നോട് പറയുക പെറുക്കുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും എൻ്റെ മൈൻഡ് അങ്ങനെ മാറി. അതായത് നമ്മൾക്കിപ്പം അന്ന് എനിക്ക് ടോളി ചേച്ചി ഉണ്ടായിരുന്നു എന്നോട് അങ്ങനെയൊന്ന് പറയാൻ വേണ്ടിയിട്ടെന്ന് കൂട്ട്. എൻ്റെ 3 ചേച്ചിമാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ 3 പേര്. അപ്പം അങ്ങനെ ചേച്ചി എന്നെ ഇങ്ങനെ കൊണ്ടുപോയില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരാളില്ല എങ്കിൽ ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത്രയും പിള്ളേരൊന്നും ഉണ്ടല്ലോ, ഞങ്ങൾ 8 പിള്ളേരുണ്ടായിരുന്ന കുടുംബത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടാവില്ല, നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ബ്രദേഴ്സ് ചിലപ്പോൾ ആ സമയത്ത് അവർ കൈകൊട്ടിച്ചിരിക്കുമായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷേ അതൊന്നും അവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണ് നിങ്ങൾ കരുതുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പറഞ്ഞ പോലെ പേപ്പർ ടെക്നിക്ക് ചെയ്യുക, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക, മൈൻഡിനെ റിലാക്സ് ആക്കുക, 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത് ടീച്ചർ കുറേ നാൾ യോഗ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. 2 വർഷത്തോളം ടീച്ചർ കുറച്ച് നാൾ മൈസൂർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ യോഗ മാസ്റ്റർ വരുമായിരുന്നു. നന്നായിട്ട് യോഗയൊക്കെ ചെയ്ത് ടീച്ചറിനെ പിന്നെ മനസ്സിലായി നമ്മളുടെ യോഗയുടെ ഒരു എഫക്റ്റ് എത്ര നല്ലതാണെന്നുള്ളത്. അപ്പം അത് നമ്മൾ റെഗുലർലി ചെയ്യണം. ഞാൻ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ സെൽഫ് ലവിനകത്ത് ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീരീസ് തന്നെ ഞാൻ ആക്കിയേക്കാന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് എപ്പോഴും നിങ്ങൾക്ക് വെറുതെ എടുത്തിട്ട് തന്നാൽ മതിയല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പം എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് ഞാൻ മൈൻഡ് സെറ്റിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സെൽഫ് ലവ്, നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം വേണം. നമ്മളെ ആരെങ്കിലും വഴക്ക് പറയുമ്പം ഇത്രയും വിചാരിക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? പേരൻസിൻ്റെ അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് അവരുടേതായ ശരികളുണ്ടാവും. ആ 2 പെൺകുട്ടികളുടെ കഥ ഞാൻ ബോളിൻ്റെ ഇതെല്ലാം സ്റ്റോറി അടക്കം നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്.
അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് കറക്റ്റ് ബ്ലൂ ആണ്, മറ്റേ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് ശരിക്കും റെഡ് ആണ്. ഓക്കെ, പക്ഷേ രണ്ടുപേരെ മാറ്റിയിരുത്തിപ്പം കണ്ടോ, പിന്നെ അവരുടെ പിന്നെ എന്താ വീക്ഷണം മാറിയത്. ഓരോരുത്തർക്കും ഓരോ വിഷൻസ് ഉണ്ടാവും, ഓരോരുത്തരുടെ ചിന്താഗതി വേറെ ആയിരിക്കും, അങ്ങനെ പലതരത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ മക്കളെ ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, ടീച്ചറിന് അന്ന് ദുബായിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ടീച്ചറിൻ്റെ അച്ചാച്ചി അങ്ങനെ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അച്ചാച്ചിയുടെ റിവെഞ്ച് എടുക്കാൻ പോയോ? അച്ചാച്ചി അത്രയും വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പോയിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോയോ? ഇല്ല. നമ്മളവിടെ മൈൻഡ് സെറ്റിനെ നമ്മൾ ശരിക്കും ക്രമീകരിക്കണം. ഒത്തിരി വിഷമം വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മക്കളോട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഗോ ത്രൂ ദാറ്റ് വേ. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മിടുക്കരായിട്ട് അതിലും നല്ല രീതിയിൽ പ്രൂവ് ചെയ്ത് നമ്മുടെ പാരൻസിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ വിജയിച്ച മക്കളായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് കൺസിസ്റ്റൻസി, തുറന്ന് എല്ലാവരോടും ചോദിക്കുക, ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്താൽ മതി. ടീച്ചർ ഓൾ ഓഫ് എ സഡൻ ടീച്ചർ പിന്നെ സൗദിയിലെത്തിയോ? ഇല്ല. ടീച്ചർ അതിനു വേണ്ടിയിട്ട് എന്തോരം വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ടീച്ചർ പിന്നെ സൗദി അറേബ്യയിൽ വരെ എത്തിയത് മക്കള്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിലെ ഒരു മക്കളും ആരെങ്കിലും വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യാനോ അവരോട് റിവെഞ്ച് എടുക്കാനോ അവരെ എൻ്റെ നമ്പർ 1 ശത്രുവായിട്ട് പ്രഖ്യാപിക്കാനോ അല്ല നമുക്ക് ടീച്ചർ ക്ലാസ് തരുന്നത്. അവിടെയെല്ലാം നമ്മൾ സമചിത്തതയോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ തീരുമാനിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം ടീച്ചർ എന്നിട്ട് എന്താ ചെയ്തേ? ടീച്ചർ അപ്പം വീണ്ടും ജോയിൻ ചെയ്തു ജോലിയിൽ നാട്ടിൽ ജോലിയിൽ വേന്നതിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിന് ശേഷം പെർമനന്റ് വിസ ടീച്ചറിന് കിട്ടിയില്ലേ? അത് മറ്റേത് ടെമ്പററി വിസ ആയിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ നമുക്ക് തരുന്നത് നമ്മളെ അതിലും നല്ല സിറ്റുവേഷനിലേക്ക് എത്തിക്കാനാന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മനസ്സിലായോ? ഒബ്സ്ട്രാക്കിൾസ് വരും. ലൈഫ് അങ്ങനെയാണ്. ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും. പക്ഷേ താഴ്ച ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മൾ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല, അവിടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇരിക്കുകയല്ല ചെയ്യേണ്ടേ. നമുക്ക് നമ്മളോട് തന്നെ സെൽഫ് ലവ് വേണം. സെൽഫ് ലവിൻ്റെ ക്ലാസ്സിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചെയ്യുക കേട്ടോ. പിന്നെ ടീച്ചർ എന്താ ചെയ്തേ? ഓക്കെ, അന്ന് ടീച്ചറിൻ്റെ ചേച്ചി വന്ന് ടീച്ചറിനെ സമാധാനിപ്പിച്ചു. അന്ന് ടീച്ചറിന് അന്ന് പേപ്പർ ടെക്നിക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ പേപ്പർ ടെക്നിക്കൊക്കെ ചെയ്ത് ഞാൻ തന്നെ മൈൻഡിനെയൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് മുന്നോട്ട് പോയേനെ. അപ്പം നമ്മളുടെ കോൺഫിഡൻസ്, നമുക്ക് നമ്മളിലുള്ള കോൺഫിഡൻസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പോൾ ചെയ്യുക. അപ്പം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉയരും. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും. നമ്മളുടെ വൈബ്രേഷണൽ തലമുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ഒരു വൈബ്രേഷണൽ തലം, ആ ഒരു പ്ലേസ് നമ്മൾ ഉയർത്തുന്നതനുസരിച്ച് നമ്മളുടെ മുന്നോട്ടുള്ള ജേണി പിന്നെയും സന്തോഷത്തോടെ പോകാൻ പറ്റും. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. ആരാണോ നമ്മളെ കളിയാക്കുന്നത്, ആരാണോ നീ കൊള്ളത്തില്ല, നീ പൊട്ടനാ, നീ ചട്ടനാ, നിനക്ക് എന്നാ വിവരമുണ്ട്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ചങ്ങ് കാണിച്ചു കൊടുക്കണം. നമ്മുടെ വിജയം അവരെ കാണിച്ചു കൊടുക്കുമ്പം നമ്മൾ ആ വിജയം ആഘോഷിക്കുക. ആ വിജയം കണ്ടിട്ട് അവർ തന്നെ തിരുത്തി പറയും, എനിക്ക് അന്നേ അറിയാം. ചിലപ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് അന്നേ അറിയായിരുന്നു നീ നല്ല മിടുക്കിയാവും അല്ലെ മിടുക്കനാവുമെന്ന് അവർ പറയും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരൊക്കെ കുറ്റപ്പെടുത്തുന്നോ, എന്തിനെ കൊണ്ടാണോ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആ കുറ്റപ്പെടുത്തലിനെ നമ്മൾ എന്താക്കി കാണിച്ചു കൊടുക്കണം? സക്സസിലേക്കാക്കി കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ടീച്ചർ പിന്നെ അവിടെ മൂലയ്ക്ക് പോയിരിക്കുവോ അല്ലെങ്കിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യുകയോ ചെയ്തോ? ഇല്ല. അപ്പോൾ അങ്ങനെ ടീച്ചർ ഭയങ്കര പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ടീച്ചറിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ടീച്ചർ അങ്ങനെ മിടുക്കിയായിട്ട് പോകാൻ വേണ്ടിയിട്ട്, സൗദിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീരുമാനിച്ചെല്ലാം ഇരിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചറിൻ്റെ പഴയ ഫ്രണ്ട്സില്ലേ, മോദിലോഫ് എയർലൈൻസിൽ, കോഴിക്കോട് എയർലൈൻസിൽ ഞാൻ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നാണല്ലോ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നേ. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ അന്ന് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, എനിക്ക് നിൻ്റെ കൂടെ വരാൻ നാണക്കേട് അടിയെന്ന് പറഞ്ഞ് ഒരു ഹോസ്റ്റൽ മേറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവളെ ഞാൻ വിളിച്ചു ഹോസ്റ്റലിലേക്ക് വിളിച്ച് ഞാൻ പിന്നെ സിസ്റ്ററിനെ ഫോൺ എടുത്ത് ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാനായിട്ട് അവളെ വിളിച്ചപ്പം അവൾ
എന്നോട് പറഞ്ഞു, ഡാലിയ പിന്നെ നീ മാത്രമേ, ഞാൻ ഈ സൗദിയിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അതിന് മുമ്പാട് തന്നെ ഞാൻ വിളിച്ച ഉടനെ എടി എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞു, എടി നിനക്ക് പിന്നെ പണി കിട്ടിയതല്ലായിരുന്നു കേട്ടോ, നിന്നെയും മാമിനെയും മാത്രമേ ഇവിടുന്ന് പിന്നെ ട്രാൻസ്ഫർ ചെയ്തുള്ളല്ലോ, നമ്മുടെ ആ മുതലുഫ് എയർലൈൻസ് ഫ്ലൈറ്റ് തന്നെ പൂട്ടിപ്പോയിടി എന്ന് പറഞ്ഞു. അപ്പം സത്യത്തിൽ ഞാൻ അത് അറിഞ്ഞില്ല. ഞാൻ എറണാകുളത്ത് എത്തി, അവിടെ ഞങ്ങൾ ഇതൊക്കെ ആക്കിയെങ്കിലും അന്നൊന്നും അങ്ങനെ നമുക്ക് വാട്സപ്പ് ആട്ടെ അങ്ങനത്തെ ഒന്നും ഇല്ല മക്കളെ. നമ്മൾ വല്ലപ്പോഴും ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ലെറ്ററൊക്കെ അയക്കുവാണെങ്കിൽ നമ്മൾ വിവരങ്ങൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അയ്യോ, അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ആണോ, മുതലുഫ് എയർലൈൻ തന്നെ അവിടെ സ്റ്റോപ്പാക്കി. ഓക്കെ, അന്ന് ഞാൻ എൻ്റെ സാറ് പറഞ്ഞു, നീ എറണാകുളത്തേക്ക് പൊക്കോ, കൊച്ചിയിലേക്ക് നിനക്ക് ട്രാൻസ്ഫറാ, നീ പൊയ്ക്കോ. അയ്യോ അതെന്താ സാർ എന്നൊക്കെ ചോദിച്ചു. ഇല്ല സാർ ഞാൻ പോകൂല എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ സാറിനെ എന്താ ചെയ്തേ, ഒബേ ചെയ്തു. നമ്മളോട് നമ്മുടെ മൂത്തവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കണ്ണു അടച്ചങ്ങ് ഒബേ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അതിലെന്താ ശരി അതെന്താ തെറ്റെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ അവിടെ അവരെ ബ്ലെയിം ചെയ്യാനും നിൽക്കണ്ട. മനസ്സിലാവുന്നുണ്ട് കുഞ്ഞുങ്ങളെ? അപ്പം ഇപ്പം നോക്കിക്കേ, ഞാൻ അന്ന് പിന്നെ എന്നോട് മുതലുഫ് എയർലൈൻസിലെ സാറ് പറഞ്ഞിട്ട് അയ്യോ ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സാറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനുശേഷം ഒരു 15 ദിവസം കൊണ്ട് ആ ഫ്ലൈറ്റ് തന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഉള്ള മുതലുഫ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് പിന്നെ ലുഫ്താൻസ ആയിട്ട് എങ്ങാണ്ടോ കൊളാബറേറ്റഡ് ആയിട്ട് ലുഫ്താൻസക്കാർ ആ ഫ്ലൈറ്റിനെ കംപ്ലീറ്റ് ബൈ ചെയ്തു എന്ന് എങ്ങാണ്ടോ ആണ് ന്യൂസ് ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ പത്രം വായിക്കലുണ്ടായിരുന്നില്ല, പത്രത്തിലുണ്ടായിരുന്നു പോലും. ലുഫ്താൻസ എയർലൈൻസുമായിട്ട് കൊളാബറേറ്റഡ് ആയി മുതലുഫ് എയർലൈൻസ് എന്നുള്ളത്. അപ്പം അവരെന്ത് ചെയ്തു, ലുഫ്താൻസക്കാർ അവരുടെ എയർലൈൻസുകൾ എവിടേക്കാണോ ഓടുന്നത് അങ്ങോട്ടേക്കല്ല ഫ്ലൈറ്റിനെ മാറ്റി. അപ്പം കോഴിക്കോട് നിന്നുള്ള ലുഫ്താൻസ എയർലൈൻസ് ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട് നിന്നുള്ള ഫ്ലൈറ്റിൻ്റെ ഇത് നിർത്തി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി അന്ന് ഞാൻ നിന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി, നിനക്ക് അങ്ങനെ